നമസ്കാരം. ഇന്ന് കൊല്ലത്തെ കലോത്സവ വേദിയിൽ നമുക്കൊപ്പം കേരള വിഷനൊപ്പമുള്ളത് പന്നിൻ രവീന്ദ്രനാണ്. അദ്ദേഹത്തോട് ഈ കലോത്സവത്തെ, ഈ വർഷത്തെ കലോത്സവത്തെ വിശേഷങ്ങൾ ചോദിക്കാം. ഈ കൊല്ലത്തെ കലോത്സവം എങ്ങനെയാണ് ഒരു വ്യത്യസ്തമായിട്ട് തോന്നുന്നത്? അങ്ങനെ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും കൊല്ലത്തെ കലോത്സവം മറ്റ് കലോത്സവത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം കലോത്സവത്തെ കലോത്സവമായി കാണാനുള്ള ഒരു മനസ്സുള്ള ജനമാണ് കൊല്ലത്ത്. അതുകൊണ്ട് തന്നെ കൊല്ലത്തെ കലോത്സവത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഞാൻ കണ്ടു. ഒന്ന് ജനബാഹുല്യം, മറ്റൊന്ന് ജനം വന്നിട്ട് കാഴ്ച കണ്ടു പോവുകയല്ല, അവരിതിൽ കൃത്യമായും പങ്കെടുത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇപ്പോൾ 14,000-ഓളം കുട്ടികൾ നമ്മുടെ നാടിൻ്റെ എല്ലാ ഭാഗത്തും വരിക, 14 ജില്ലകളിലും. അവരിവിടെ വന്ന് അവർ മത്സരിച്ച് ജയിച്ചവരും തോറ്റവരും ഉണ്ടാവും. പക്ഷെ മത്സരിക്കുന്നവരെ മനസ്സിലെന്താ, ഞങ്ങൾ മത്സരിച്ചല്ലോ എന്നൊരു ആത്മസംതൃപ്തി അതുണ്ടാവും. അതൊരു വലിയ കാര്യമാണ്. അവരുടെ മുഖം കണ്ടറിയാം, തോറ്റോ ജയിച്ചോ എന്നുള്ള വേറെ കാര്യമാണ്. അങ്ങനെ കുട്ടികളുടെ വിജ്ഞാനവും വിനോദവും അവരുടെ കലാപരമായ കഴിവുകളുമെല്ലാം ഒരുമിച്ച് ചേരുന്നൊരു കലോത്സവമാണിത്. അതുകൊണ്ട് ആ കലോത്സവത്തെ കാണുന്നുള്ളൊരു മോഹം എനിക്കുണ്ടായി. കാരണം ഞാൻ എല്ലാ കലോത്സവത്തിനും വരും. ഇത്തവണ നഷ്ടപ്പെടുമോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് വന്നത്, അതിനാല് സമയമെടുത്ത് വന്നതാണ്. കാരണം എന്താ പറഞ്ഞാൽ, ഇത് നഷ്ടപ്പെട്ടാൽ അതൊരു വലിയ നഷ്ടമാണ്. കാരണം ONVയുടെ നാട്ടിലായിരുന്നു. ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ONV ആ ഒരു ഓർമ്മകൾ മേയുന്നൊരു സ്ഥലമാണിത്, ഈ കലോത്സവത്തിൻ്റെ സ്ഥലം. ഈ കുട്ടികൾ നാളെ ഇപ്പോൾ ആരാവുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മൾ നാടറിയുന്ന ഒരുപാട് കലാകാരന്മാർ. മധുസാർ സിനിമയിൽ ഏറ്റവും പ്രായം കൂടിയ ആളാണ് ഇപ്പം മധുസാറുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, കൊച്ചുനാളിൽ അദ്ദേഹം നാടകം അഭിനയിക്കാൻ പോയ കഥ പറഞ്ഞു. അതുപോലെ ഓരോ കലാകാരനും മനസ്സിനകത്ത് ഒരുപാട് സങ്കല്പങ്ങളുണ്ടാവും. ആ സങ്കല്പങ്ങൾക്ക് പൂർണ്ണരവും വരുന്നത് ഇതുപോലെ അവസരം കിട്ടുമ്പോൾ. അവസരത്തിൽ എന്താ കാര്യം? അങ്ങനെ അവസരം കിട്ടുന്നതോ 10,000-കണക്കിന് ആളുകളുടെ മുമ്പിലാണ്. അതൊരു ചെറിയ കാര്യമല്ല. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഇവിടെ എത്തിച്ചേരാനും അവരോടൊപ്പം ഒരു മാനസികമായി അവരുടെ കൂടെ പങ്കുചേരാനും ഒരു സന്ദർഭം ഉണ്ടായത് എൻ്റെ മനസ്സിനകത്ത് വളരെ വളരെ സന്തോഷമാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഭൂതിയായി ഈ കലോത്സവം മാറുമെന്ന് എനിക്ക് സംശയമേ ഇല്ല. അതോടൊപ്പം തന്നെ കലോത്സവത്തിൽ അടുത്ത വർഷം മുതൽ മംഗലംകളി പോലെയുള്ള കലാരൂപങ്ങൾ കൊണ്ടുവരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ പ്രാവശ്യം ഉദ്ഘാടന വേദിയിൽ ആദ്യത്തെ ഐറ്റം അത് തന്നെയായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കലാരൂപങ്ങളെയൊക്കെ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ച് എല്ലാം, നിങ്ങൾ പഴയ കാലത്ത് നമ്മൾ ഈ കഥകളി എന്ന് പറയുന്ന കലയെപ്പറ്റി നാട്ടിലെ ധാരണ എന്തായിരുന്നു? അത് മിക്കവാറും പ്രധാനപ്പെട്ട കുടുംബങ്ങളുടെ ഒരു ഏർപ്പാടായിട്ടല്ലേ ഉണ്ടായത്. അത് മാറി ജനകീയമായല്ലോ കഥകളി. അതുപോലെ നമ്മളെ നാട്ടിൽ നമ്മളറിയാത്ത നമ്മളെ ആദിവാസികളെപ്പോലുള്ള ആളുകൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കല അതിവിടെ അവതരിപ്പിക്കുമ്പോൾ നമുക്കുണ്ടാകാവുന്നൊരു അനുഭവം നമുക്ക് നേരിൽ കാണാൻ പോകുന്നേ ഉള്ളൂ. നല്ലതാണ്. കലയുടെ ഏത് ഭാഗവും അതെല്ലാം ചേർന്ന് നിൽക്കുന്നത് നമ്മളെ സംഗീതത്തിൻ്റെ മേൽപ്പൊടിയോട് കൂടിയിട്ടാണ്. സരിഗമ പദനിസ എന്ന് തുടങ്ങുന്നത് പോലെ നമ്മളെ താളമേളങ്ങളുടെയും ശ്രുതിയുടെയും എല്ലാം വരുന്നത്. അവയെല്ലാം ചേർന്ന് നാളെ നമുക്ക് കാണാം. ആദിവാസികൾക്കും സംഗീതത്തിന് ഇതുപോലെ ശാസ്ത്രീയമായ ചില പടവുകളുണ്ട്. അത് നമുക്ക് നേരിൽ കാണാനുള്ള അവസരമാണ്. എന്തായാലും തീരുമാനം വളരെ സന്തോഷകരമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും കലയെ കൂടുതൽ ജനകീയമാക്കുന്നത് ഇത്തരത്തിലുള്ള വേദികൾ ആണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അത് തന്നെയാണ് ഈ കലോത്സവ വേദികളുടെ പ്രസക്തിയും. ടീം കേരള വിഷൻ ന്യൂസ്.